2020 ലോകകപ്പിൽ വാങ്കഡയിലെ ആവേശക്കടലിനെ സാക്ഷിയാക്കി രോഹിത് ശർമ്മയുടെ സിക്സർ റെക്കോർഡ് തിരുത്തിക്കുറിച്ചു സഞ്ജു സാംസൺ. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള 7 സിക്സറുകൾ ഉൾപ്പെടെ ഈ ലോകകപ്പിൽ 16 തവണ പന്ത് അതിർത്തി കടത്തിയാണ് സഞ്ജു റെക്കോർഡ് ബുക്കിൽ ഒന്നാമതെത്തിയത്. ഖിലാഫ് അഹമ്മദ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. T20 ലോകകപ്പ് ആരംഭിക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന പേര് അധികമാരും സംസാരിച്ചിരുന്നില്ല. എന്നാൽ ടൂർണമെന്റ് പുരോഗമിക്കെ ആ പേര് ഒരു ഗർജനമായി മാറി. ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ MS ധോണിയെയും രോഹിത് ശർമ്മയെയും സാക്ഷിയാക്കി സഞ്ജുവിന്റെ ഉഗ്രൻ പ്രകടനം. വിമർശനങ്ങളുടെ കനൽ വഴികൾ താണ്ടി വന്ന സഞ്ജുവിനെ ഇംഗ്ലണ്ടിനെതിരായ സെമി കേവലം ഒരു മത്സരമായിരുന്നില്ല, തന്റെ സാമ്രാജ്യം അടയാളപ്പെടുത്താനുള്ള പോരാട്ടം കൂടിയായിരുന്നു. കുട്ടി ക്രിക്കറ്റിലെ വിശ്വവേദിയിൽ ഒരു എഡിഷനിലെ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന ഇന്ത്യൻ താരമെന്ന രോഹിത്തിന്റെ റെക്കോർഡ് പിന്നിലാക്കി സഞ്ജു വി സാംസൺ. ഈ ലോകകപ്പിൽ സഞ്ജുവിന്റെ ഓരോ സിക്സറും ഓരോ കഥ പറഞ്ഞു. ലോകകപ്പ് ടീമിൽ സ്ഥാനം കിട്ടുമോ എന്ന ചോദ്യമുയർന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി അഭിഷേകിന് ആരോഗ്യ പ്രശ്നങ്ങളാൽ മത്സരം നഷ്ടമായതോടെ സഞ്ജുവിന് ലോകകപ്പ് അരങ്ങേറ്റം. കിട്ടിയ അവസരം സഞ്ജു മുതലെടുത്തു. നമീബിയക്കെതിരെ 3 സിക്സറുകൾ അടക്കം 8 പന്തിൽ നേടിയത് 22 റൺസ്. ഇന്ത്യൻ ബാറ്റിംഗ് നിര കടുത്ത വിമർശനം നേരിട്ടപ്പോഴാണ് സൂപ്പർ 8-ൽ സിംബാബ്വെക്കെതിരെ സഞ്ജുവിന് വീണ്ടും ഒരു അവസരം കൂടി ലഭിച്ചത്. റൺ റേറ്റ് ഉയർത്തേണ്ടി വന്ന മത്സരത്തിൽ സമ്മർദ്ദങ്ങളില്ലാതെ 2 തവണ പന്ത് അതിർത്തി കടത്തി സഞ്ജു. കരീബിയൻ കരുത്തിനെ വെല്ലുവിളിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പവർ ഹിറ്റർമാർക്ക് മുന്നിൽ 4 തവണ പന്ത് ഗാലറിയിൽ എത്തിച്ച് സഞ്ജു വിസ്മയിപ്പിച്ചു. മത്സരത്തിൽ 97 റൺസുമായി പുറത്താകാതെ ഇന്ത്യയെ സെമിയിലും എത്തിച്ചു. ഇംഗ്ലണ്ടിനെതിരായ സെമിയിൽ സഞ്ജുവിന്റെ മാന്ത്രിക ഇന്നിംഗ്സ്. വാങ്കഡയിൽ ഇംഗ്ലീഷ് ബോളർമാരെ സഞ്ജു നിർദ്ദയം പ്രഹരിച്ചു. 7 തവണയാണ് സഞ്ജുവിന്റെ ബാറ്റിനെ തൊട്ട പന്ത് അതിർത്തിക്ക് മുകളിലൂടെ പാഞ്ഞത്. ഏഴാം സിക്സർ വായുവിലുയർന്നപ്പോൾ വാങ്കഡെ ഒന്നടങ്കം ആവേശത്തിലായി. രോഹിത് ശർമ്മ 2024-ൽ സ്ഥാപിച്ച 15 സിക്സറുകളുടെ റെക്കോർഡ് പഴങ്കഥയാക്കി. കൺമുന്നിൽ തന്റെ റെക്കോർഡ് സഞ്ജു മറികടക്കുന്നത് കണ്ട് പുഞ്ചിരിയോടെ രോഹിത് കൈയടിച്ചു. ബെഞ്ചിലിരുന്ന കാലത്ത് സഞ്ജുവിന്റെ തോളിൽ തട്ടി നിന്റെ കാലം വരുമെന്ന് രോഹിത് പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമായി. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത് സഞ്ജുവിന്റെ കാലമാണ്. ഈ ടൂർണമെന്റ് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് എന്താണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. സഞ്ജുവിനൊപ്പം 2020 ലോകകപ്പിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര തന്നെ അഗ്നിപർവ്വതമായി മാറി. 15 സിക്സറുകളുമായി ശിവം ദുബെയും 14 സിക്സറുകൾ വീതം നേടി ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും ആ പോരാട്ടത്തിൽ പങ്കുചേർന്നു. 2007-ൽ യുവരാജ് സിംഗ് തുടങ്ങിവെച്ച സിക്സർ വിപ്ലവം 19 വർഷങ്ങൾക്കിപ്പുറം സഞ്ജുവിലൂടെ തുടരുന്നു. സഞ്ജു സാംസൺ ഇപ്പോൾ വെറുമൊരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറോ പകരക്കാരനോ അല്ല, അയാൾ ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലാണ്. ഒടുവിൽ കാലം കാത്തുവെച്ച ആ നീതി സഞ്ജുവിനെ തേടിയെത്തിയിരിക്കുന്നു. റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ശാന്തനായ പോരാളിയുടെ കാലം, അഥവാ സഞ്ജു സാംസൺ ഡേയ്സ്.